ബംഗ്ലാദേശിൻ്റെ ചരിത്രപരമായ ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ബീഗം ഖാലിദ സിയ, ഷെയ്ഖ് ഹസീന, ഈ രണ്ട് പ്രധാനമന്ത്രിമാർ, പല ഘട്ടങ്ങളിൽ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇവരും ഇവരുടെ പാർട്ടിയും തമ്മിലുള്ള റൈവലറിയാണ് ബംഗ്ലാദേശ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. കുറേ നാളുകളായി അങ്ങനെയാണ്. അപ്പോൾ ഒരാൾ അധികാരത്തിലിരിക്കുമ്പോൾ എതിർ പാർട്ടിയെ, പ്രതിപക്ഷത്തെ പരമാവധി ആക്രമിക്കുക, അവരുടെ നേതാക്കളെ ജയിലിലടയ്ക്കുക, അങ്ങനെ ഒരു രീതിയാണ്. ഇപ്പോൾ യുദ്ധവിചാരണ കോടതി എന്ന പേരിലൊരു കോടതി ഉണ്ടാക്കി ബംഗ്ലാ വിമോചന കാലത്ത് പാകിസ്ഥാനോടൊപ്പം നിന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷത്തുള്ള പലരെയും വധശിക്ഷയ്ക്ക് വിധിച്ച ഒരു ഗവൺമെൻറ്റായിരുന്നു ഷെയ്ഖ് ഹസീനയുടേത്. അതേസമയം ഇവർ അധികാരത്തിൽ ചെയ്യുന്നതാണ് BNP, ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി എന്ന് പറയുന്ന, അവർ അധികാരത്തിൽ നേരെ തിരിച്ചായിരിക്കും അവർ ചെയ്യുന്നുണ്ടാവുക. ഇപ്പോൾ എന്താ സംഭവിച്ചത്? കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഷെയ്ഖ് ഹസീന ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അട്ടിമറി നടന്നു. അതിനുശേഷം ഇടക്കാല സർക്കാർ വരുന്നു. ഈ ഇടക്കാല സർക്കാർ ചെയ്യുന്ന ഏറ്റവും കോൺട്രവേഴ്ഷ്യലായിട്ടുള്ള നീക്കുന്നത് ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി തന്നെ നിരോധിച്ചു കളഞ്ഞു. ഒരു പാർട്ടിയെ നിരോധിക്കുകയാണ്. പാർട്ടി നിരോധിക്കുക മാത്രമല്ല, മുമ്പ് ഷെയ്ഖ് ഹസീന ചെയ്ത മാതൃകയിൽ അവരുടെ ഭരണകാലത്ത് നടത്തിയിട്ടുള്ള അക്രമങ്ങൾ, കൊലപാതകങ്ങൾ, അവരുടെ പേരിൽ ഇവരെ വിചാരണ ചെയ്യാൻ പോവുകയാണ്. ഈ പാർട്ടി പ്രവർത്തകരെയും നേതാക്കളെയും വിചാരണ ചെയ്യാൻ പോവുകയാണ്. അത് എത്രമാത്രം ജനാധിപത്യപരവും ഒരു കെയർടേക്കർ ഗവൺമെൻറ് ചെയ്യേണ്ടതാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം അതൊരു ജനാധിപത്യ വിരുദ്ധ നടപടിയാണ്. ഇപ്പോൾ ഷെയ്ഖ് ഹസീന എന്ന ഭരണാധികാരി പ്രശ്നക്കാരിയാണ്. അവർ അട്ടിമറിച്ചു, പുതിയ സർക്കാർ വന്നു. പക്ഷേ അവരുടെ പാർട്ടിയെ തന്നെ നിരോധിക്കുക എന്ന് പറഞ്ഞാൽ, ആ പാർട്ടി എന്ന് പറഞ്ഞാൽ ചെറിയ പാർട്ടിയിൽ അതിൽ ധാരാളം അനുയായികളുള്ള ആളുകൾ വോട്ട് ചെയ്യുന്നൊരു പാർട്ടിയാണ്. ആ പാർട്ടിയെ നിരോധിച്ച് കളയുക, അത് ജനാധിപത്യ വിരുദ്ധമായ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഈ ബംഗ്ലാദേശിൻ്റെ ചരിത്രപരമായ ചില വീഴ്ചകൾ, അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്ന വീഴ്ചകൾ, ആ വീഴ്ചകളിൽ ഒന്നാണ് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, നീതിന്യായ വ്യവസ്ഥയും പോലീസിനെയും സൈന്യത്തെയും എല്ലാം പ്രതിപക്ഷത്തിനെതിരായിട്ട് ഉപയോഗിക്കുന്നു, കോടതികളെയും. അപ്പോൾ കോടതികളുടെ ജുഡീഷ്യൽ റിഫോർമേഷൻ ഈ ഇടക്കാല സർക്കാരിൻ്റെ ഒരു പ്ലാനാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് റിഫോർമേഷൻ, ഇപ്പോൾ ടാക്സ് റിഫോർമേഷന് വേണ്ടിയുള്ള ശ്രമം അടുത്ത ജീവനക്കാരെ എതിർപ്പ് നടന്ന മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ മേഖലകളിലും ഇങ്ങനെ ഒരു റിഫോം കൊണ്ടുവരിക, ഭരണഘടന റിഫോം ചെയ്യുക, ഭരണഘടന പരിഷ്കരിക്കുക, അത് ഇവരുടെ പ്ലാനിൽപ്പെട്ടാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ നല്ലതാണെങ്കിലും എതിർപ്പുണ്ടാവും, പല സ്റ്റേക്ക് ഹോൾഡേഴ്സിനുണ്ടാവും, എതിർപ്പുണ്ടാവും. ഈ എതിർപ്പ് വരുന്ന സാഹചര്യത്തിൽ ആണ് BNP ആവശ്യപ്പെടുന്നത് ഈ 2025 ഡിസംബറിന് മുമ്പ് തെരഞ്ഞെടുപ്പ് നടത്തണം. കാരണം കെയർടേക്കർ ഗവൺമെൻറ്റാണ്, കഴിഞ്ഞ വർഷം അധികാരം ഏറ്റെടുത്ത. ഇവരിങ്ങനെ എന്താണ് പറയുക, അലക്ഷ്യമായി അനന്തമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അലക്ഷ്യം എന്നും പറയാം, കാരണം ഇവരുടെ ലക്ഷ്യം വേണമല്ലോ അതിന്. അലക്ഷ്യമായും അനന്തമായും തുടർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ BNP ആവശ്യപ്പെടുന്നു 2025 ഡിസംബറിൽ തെരഞ്ഞെടുപ്പ് നടത്തണം. കെയർടേക്കർ ഗവൺമെൻറ് പറയുന്നതാണ് 2026 ജൂലൈയിൽ നടത്താം എന്നാണ് പറയുന്നത്. അപ്പോഴാണ് സൈന്യം ഒരു നിലപാട് സ്വീകരിക്കുന്നത്. സൈന്യം സാധാരണ രീതിയിൽ പാകിസ്ഥാൻ്റെ അതേ സ്വഭാവമുള്ളൊരു സൈന്യമാണത്, രാഷ്ട്രീയത്തിൽ ഇറങ്ങി കളിക്കുന്ന സൈന്യമാണ്. അവർ പറയാണ്, അപ്പോൾ ഈ ഇടക്കാല ഗവൺമെൻറ് ഒരു പുതിയ പ്ലാനുണ്ട്, അത് UN കൂടി സപ്പോർട്ടുള്ള ഒരു പ്ലാനാണ്. നമുക്കറിയാം, തൊട്ടടുത്ത് അയൽപക്കത്ത് വന്ന രാജ്യമാണ് മ്യാൻമറിൽ നിന്ന് ഈ റോഹിംഗ്യകൾ ധാരാളമായി അഭയാർത്ഥികളായിട്ടുള്ള രാജ്യം കൂടിയാണ് ബംഗ്ലാദേശ്. ബംഗ്ലാദേശിലെ കോക്സ് ബസാർ എന്ന് പറഞ്ഞ പ്രദേശത്ത് ലക്ഷക്കണക്കിന് അഭയാർത്ഥി ക്യാമ്പുകളുള്ള സ്ഥലമാണ്. അപ്പോൾ UN ഒരു സജഷൻ്റെ ഭാഗമായിട്ട് ഒരു ഹ്യൂമാനിറ്റേറിയൻ കോറിഡോർ, ഈ രാഖൈൻ എന്ന് പറയുന്ന റോഹിംഗ്യകളുള്ള ആ പ്രവിശ്യയിലേക്കൊരു കോറിഡോർ ഉണ്ടാക്കണം. കാരണം അവിടെ നിന്ന് ആൾക്ക് ഇങ്ങോട്ട് വരാൻ കഴിയണം, ഇവിടെ നിന്ന് എയ്ഡ്, അതായത് സഹായങ്ങൾ അങ്ങോട്ട് എത്തിക്കാൻ കഴിയണം. കാരണം മ്യാൻമർ ഇപ്പോൾ ഭരിക്കുന്ന ഒരു പട്ടാളമാണ്, ആ പട്ടാളം തന്നെയാണ് ആളുകളെ കൊന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നാഷണൽ സോവറിനിറ്റിക്കും നാഷണൽ സെക്യൂരിറ്റിക്കും എതിരാണ് എന്നാണ് സൈന്യത്തിൻ്റെ അഭിപ്രായം. നമ്മൾ അവരോട് അനുഭാവം പ്രകടിക്കുമ്പോൾ തന്നെ ഇങ്ങനൊരു കോറിഡോർ ഉണ്ടായിക്കഴിഞ്ഞാൽ ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിൽ മ്യാൻമർ ഇറങ്ങി കളിക്കാൻ തുടങ്ങും. അത് നമ്മുടെ സുരക്ഷയ്ക്കും രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും എതിരായി മാറും എന്നാണ് സൈനിക മേധാവി തന്നെ എന്ന് പറയുകയാണ്. അങ്ങനെ പറയുമ്പോൾ മൊത്തം പ്രശ്നം. കാരണം ഒരു സൈന്യ മേധാവി തന്നെ ഈ കെയർടേക്കർ ഗവൺമെൻറ്റിൻ്റെ നയത്തിനെതിരായിട്ടാണ് സംസാരിക്കുന്നത്. അതുമാത്രമല്ല, ഇലക്ഷൻ നടത്തണമെന്നും പറയുന്നു. ഇങ്ങനെ ഇലക്ഷൻ നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല. മാത്രമല്ല, ബംഗ്ലാദേശിൽ നിലവിൽ ലോ ആൻഡ് ഓർഡർ പാലിക്കുന്നത് സൈന്യമാണ്, പോലീസല്ല. അപ്പോൾ ഞങ്ങൾക്ക് ബാരാക്കിലേക്ക് തിരിച്ചു പോകണം, ഞങ്ങളെ തെരുവിൽ നിന്ന് മാറ്റൂ എന്നാണ് സൈനിക മേധാവി പറയുന്നത്. അപ്പോൾ ഇതൊരു വല്ലാത്ത രീതിയിലുള്ള രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു വശത്ത്. മറ്റൊന്ന്, മുഹമ്മദ് യൂനിസിൻ്റെ തന്നെ ഗവൺമെൻറ്റിൽ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം നടത്തിയ ചില പ്രതിനിധികളെന്ന് പറഞ്ഞു, അഡ്വൈസേഴ്സ് എന്ന പദവിയിലിരിക്കുന്നുണ്ട്. ഈ പ്രശ്നം എന്ന് വെച്ചാൽ ഈ സ്റ്റുഡൻറ്റ് ലീഡേഴ്സ് ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്, NCP എന്നാണ് അതിൻ്റെ പേര്, നാഷണൽ സിവിലിയൻ പാർട്ടി, അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര്. അപ്പോൾ ഒരു പാർട്ടിയുടെ ഭാഗമായിട്ടിരിക്കുന്ന ആളുകൾ അവർ പാർട്ടി രൂപീകരിച്ചു, അതിൻ്റെ ആളുകൾ എവിടെയാണ്? ഗവൺമെൻറ്റിലുണ്ട്. അത് ശരിയാണോ എന്ന് ഒരു വിഭാഗം ചോദിക്കുന്നു. അപ്പോൾ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ, വ്യത്യസ്ത പാർട്ടികൾ പലതരത്തിലുള്ള അഭിപ്രായങ്ങളോട് ഉയർന്നു വരുന്നു. ഇവിടെയാണ് മുഹമ്മദ് യൂനിസ് ഞാൻ രാജിവെക്കാൻ തയ്യാറാണെന്ന രാജ്യസന്നദ്ധത അറിയിച്ചു എന്ന വാർത്ത പുറത്തു വരുന്നത്. പക്ഷെ അത് അല്ല എന്ന് നിഷേധിക്കുന്നുണ്ട്. എങ്കിൽ പോലും സുഗമമല്ല ഈ ഒരു ട്രാൻസിഷൻ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഒരു കെയർടേക്കർ സർക്കാർ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് നടത്തി ഒരു പുതിയ സർക്കാർ, ജനാധിപത്യ സർക്കാർ രൂപീകരിക്കുകയാണ്. അവർ റിഫോർമേഷൻ അങ്ങനെ എന്തെങ്കിലും അവർ ചെയ്തോട്ടെ, അതിൽ രാജ്യത്തെ മൊത്തം നന്നാക്കിയിട്ട് ഞങ്ങൾ ജനാധിപത്യം നടപ്പാക്കാം,
ആ നന്നാക്കലൊരു പ്രശ്നമുണ്ടല്ലോ. കാരണം ഇത് ഇവരുടെ പോയിന്റ് ഓഫ് വ്യൂവിലുള്ള നന്നാക്കലാണ്. എതിരഭിപ്രായങ്ങളുണ്ടാവും. ആ എതിരഭിപ്രായങ്ങൾ പരിഗണിക്കാത്തത് ജനാധിപത്യമല്ല. മറ്റൊന്ന്, ഈ അവാമി ലീഗിനെ എന്തിന് നിരോധിക്കണം? അപ്പോൾ അവർ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ട്രയൽ നടത്തി അവരെ ശിക്ഷിക്കണം, അത് വേറെ കാര്യം. പക്ഷെ ഒരു പാർട്ടിയെ നിരോധിച്ചുകൊണ്ട് വേണം ഞങ്ങൾ റിഫോർമേഷൻ നടത്താൻ, രാജ്യത്തെ മാറ്റിമറിക്കാൻ എന്നൊക്കെ പറയുന്നത് തീർത്തും ജനാധിപത്യ വിരുദ്ധമാണ്.